ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത നീക്കം എന്താണെന്നാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അതായത് നിങ്ങളുടെ ശത്രു ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യുക, മർമ്മസ്ഥാനത്തിട്ട് കുത്തുക എന്നൊക്കെ പറയില്ലേ. ഏതാണോ പോയിന്റിൽ അവിടെ തന്നെ കുത്തുക എന്നൊക്കെ പറയില്ലേ. ആ ഒരു രീതിയിലുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥ, പൂർണ്ണമായിട്ടും ബന്ധനസ്ഥനാക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബന്ധനസ്ഥയാക്കുക. നിങ്ങൾക്ക് ഒരു മെന്റലി ഒരു ബാലൻസ് ഇല്ലായ്മ നഷ്ടപ്പെടുത്തുക, കുടുംബത്തിന്റെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുക, സാമ്പത്തിക പരിപാടികൾ നിങ്ങളുടെ ഇന്ന് നഷ്ടപ്പെടുത്തുക, നിങ്ങൾക്ക് അവകാശമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവകാശപ്പെട്ട പല കാര്യങ്ങളും, ചില വ്യക്തികളുടെ കാര്യങ്ങളായിരിക്കാം, സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം, അത് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ. നിങ്ങൾ ബെഗ് ചെയ്യുന്നത് കാണുന്നത് ഇവർക്ക് ഒരു നിർവൃതി അല്ലെങ്കിൽ സന്തോഷം. നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതെ അർഹതയില്ലാത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി അത് ബെഗ് ചെയ്ത് നടക്കേണ്ട ഒരവസ്ഥ. അതൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നത് കാണാനായിട്ട് ഇവര് ആഗ്രഹിക്കുന്നു. അതങ്ങനെയുള്ള ഒരു ഈ സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തുള്ളത്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടേണ്ടത് ഒരു തടസ്സം, സാമ്പത്തിക കാര്യത്തിന് തടസ്സമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു കൂടിച്ചേരലിന്, ഒരു കുടുംബത്തിന്റെ ഒരു കൂടിച്ചേരലിന്, അല്ലെങ്കിൽ മക്കളുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും എന്നാണെന്നുണ്ടെങ്കിൽ ഒരു തടസ്സമായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടേണ്ട കാര്യങ്ങൾ വളഞ്ഞും തിരിഞ്ഞും പിടിച്ചും കിട്ടാതെ ഇരിക്കുക, കിട്ടാക്കനി പോലെ നിങ്ങൾ ജീവിതത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങളും, അതൊക്കെ ഈ തടസ്സം വെക്കുന്ന പല പരിപാടികളും നിങ്ങൾക്ക് ഈ ശത്രു ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ മാത്രമല്ല, നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളിലും ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരാവശ്യമില്ലാതെ ചില വാക്കുതർക്കങ്ങൾക്കും നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തുള്ള ഒരു കാര്യമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പരിപാടിയില്ല, ഒരു വഴക്കിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഈ ഒരു ശത്രുസ്ഥാനം പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ
മറ്റുള്ളവരായിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒരു മാനസിക ദാരിദ്ര്യം നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു എനർജി. പൂർണ്ണമായിട്ടും മാനസിക ദാരിദ്ര്യം. ചില ആളുകൾക്ക് എന്താ പറയുക, ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ, നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും, അതിപ്പോൾ വ്യക്തിബന്ധത്തിൻ്റെ കാര്യമായിരിക്കാം, സാമ്പത്തിക കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജോലിയുടെ പരിപാടികളായിരിക്കാം, അതൊക്കെ നിങ്ങൾ ബെഗ് ചെയ്ത് നടക്കേണ്ട ഒരവസ്ഥ, അതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ശത്രുസ്ഥാനത്തുള്ളവർ അതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. കാരണം ഈ ശത്രുസ്ഥാനത്ത് ഉള്ള വ്യക്തി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മർമ്മത്ത് കുത്തുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയാവുന്ന വ്യക്തി, നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയാവുന്ന വ്യക്തി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരു മെസ്സഞ്ചർ പോലെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മർമ്മത്ത് തന്നെ കുത്താൻ പറ്റില്ല. കാരണം ഈ ശത്രുസ്ഥാനം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു അടിത്തറ വരെ ഇളക്കിയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് വരെ തോണ്ടിക്കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പരിപാടികളാണ് ഇത്. ചില ആളുകൾക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയിരിക്കുന്നതല്ല, ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു പരിപാടി, കാരണം നിങ്ങൾ പുതിയൊരു ജീവിതം എനിക്ക് തുടങ്ങണം, ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്വരുക്കൂട്ടി ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പം നമ്മൾ ചില്ലറ തുട്ടുകൾ ഇങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി സ്വരുക്കൂട്ടി കൊണ്ടുവരൂലേ, 1ന്റെ കോയിൻ 2ന്റെ കോയിനൊക്കെ. അതുപോലെ ഇങ്ങനെ നിങ്ങൾ 1ന്റെ കോയിനും 2ന്റെ കോയിനൊക്കെ സ്വരുക്കൂട്ടിയാണ് അത് കുറച്ച് വലിയ എമൗണ്ടിലോട്ടൊക്കെ വരുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ജീവിതത്തിന്റെ പല കാര്യങ്ങളൊന്നും അടുപ്പിച്ച് കൊണ്ടുവരും. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കടൽ തീരത്ത് വലിയ ശില്പങ്ങളൊക്കെ പണിയും, വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണിയും. പക്ഷെ ആ കടലിൻ്റെ ആ ഒരു തിര വന്ന് ഒരൊറ്റ സെക്കൻഡിൽ അത് എടുത്തുകൊണ്ട് പോകും. അതാണ് ഇവരുടെ കയ്യിലിരിപ്പ്. അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും നമുക്കൊരു പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു സമയത്ത് പല കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രവൃത്തി നിങ്ങൾ നേരിടുന്ന ഒരു കാര്യങ്ങളുമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത്, ഈ ശത്രുവിൻ്റെ ഈ ബ്ലാക്ക് മാജിക് എനർജി അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി കയ്യിലുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി ചെയ്ത് നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയേ, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ, നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥിതി, ജോലി, അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള മനസ്സമാധാനം, നിങ്ങളുടെ കുടുംബം, അല്ലാന്നുണ്ടെങ്കിൽ വീട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ബ്ലാക്ക് മാജിക് എനർജി ചെയ്ത് ആക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയാ, ഇവർക്ക് എന്തും ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ല. ഓക്കെ, ഇവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ശത്രുസ്ഥാനത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, സോപ്പ് കമ്പനിക്കാർ വരെ തോറ്റുപോകുന്ന സോപ്പിടലുള്ള സംസാരമാണ്. സോപ്പ് കമ്പനിക്കാർ വരെ എന്താ ചെയ്യുന്നത്, ഒരു നോട്ട് എടുത്ത് പേനയൊക്കെ എടുത്തിരുന്ന് ഇവരുടെ കയ്യിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം അത്രയും സോപ്പിടലായിട്ടുള്ള സംസാരം. ഒന്നല്ലെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ഈ മറ്റുള്ളവരുടെ നിന്ന് സഹതാപം കിട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിപ്പിച്ച് മറ്റുള്ളവർക്ക് വിഷമമാകുന്ന ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, നിങ്ങളെ കുറ്റപ്പെടുത്തുക, അവരെ വലുതാക്കുന്ന രീതിയിലുള്ള സംസാരം, നിങ്ങളെ തെറ്റുകാരും അവര് നല്ലവരുമാക്കി തീർക്കുന്ന രീതിയിലുള്ള സഹതാപ സംസാരങ്ങളൊക്കെ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും വിജയം ഇവർക്ക് ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള പല പ്രവൃത്തികളുമാണ് ചെയ്യുന്നതും ചെയ്യാനിരിക്കുന്നതും.
കാരണം ഇവർക്ക് സാമ്പത്തിക കാര്യത്തിൽ വിജയം വേണം, വ്യക്തികളുടെ കാര്യത്തിൽ ഇവർക്ക് തന്നെ പ്രയോറിറ്റി കിട്ടണം, ഇവർക്ക് ഭയങ്കരമായിട്ട് വ്യക്തി പ്രാധാന്യം കൊടുക്കണം, മറ്റുള്ളവർക്ക് വ്യക്തി പ്രാധാന്യങ്ങളൊന്നും കൊടുക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ഇവർ തീരുമാനിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തികളൊക്കെയാണ്. ഇതൊരു വല്ലാത്ത പ്രവൃത്തിയാണ്. ഇത് ഇത് ചെറിയ സൈക്കോയൊന്നുമല്ല, ഇത് എന്തോ വലിയ കൂടിയ സാധനമാണ്. നമ്മൾ ഈ വീര്യം കൂടിയ അച്ചാറെന്നൊക്കെ പറയില്ലേ, വീര്യം കൂടിയ എന്തോ സാധനങ്ങളെന്നൊക്കെ പറയില്ലേ, ആ എന്തോ ഒരു ഐറ്റമാണ്. ഇതിന് പേര് കിട്ടിയിട്ടില്ല. ഇനി അടുത്ത ജനറേഷൻ ചിലപ്പോൾ പേരിടുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. കാരണം അത്രയും അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ വീഴ്ത്താം, മറ്റുള്ളവരെങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം, നശിപ്പിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി. ഇതിൽ പ്രായമായിട്ടുള്ള ആളുകളും നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നത് എന്താണ്, പ്രായമായ മൂത്ത ആളുകളെയൊക്കെ ബഹുമാനിക്കണമെന്ന്. പക്ഷെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, അവരെ ബഹുമാനിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരവും ബോധവും ബുദ്ധിയും ഇല്ലാത്തവരും പ്രായമാകാറുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് പ്രായമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു കുടുംബം തന്നെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥയും ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, പ്രായമായി കഴിഞ്ഞ് അവരവരുടെ കാര്യം നോക്കി പച്ച മലയാളത്തിൽ പറഞ്ഞ വല്ല രാമനാമം ജപിച്ചല്ല എന്നുണ്ടെങ്കിൽ വല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനകളൊക്കെ ചെയ്ത് അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ നടക്കുകയാണ് ചെയ്യേണ്ടത്. ഇവരെന്താ ചെയ്യണമെന്ന് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള പരിപാടികൾ ഇവരുടെ കയ്യിലുണ്ട്. കാരണം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഓരോ പ്രവർത്തികൾ ചെയ്ത് എന്താ പറയുക, നശിപ്പിക്കുന്ന ഒരവസ്ഥ. ബ്ലാക്ക് മാജിക് എനർജി മാത്രമല്ല, ഈ തമ്മിൽ തെറ്റിക്കുന്ന അവസ്ഥ, അത് കുഞ്ഞു കുട്ടികളെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുമുണ്ട്. അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനെന്താണ് പരിഹാരം, ഇതിനെന്താണ് പരിഹാരം എന്ന് എന്നോട് ചോദിച്ച് കമന്റിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോ ആളുകളുടെ കാര്യങ്ങൾ നോക്കാതെ പരിഹാരങ്ങൾ പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ആയിരിക്കില്ല, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇപ്പൊ എന്താ പ്രശ്നങ്ങളായിരിക്കില്ല. മനസ്സിലായോ? നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഈ ശത്രുവിനായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് മാക്സിമം പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ പോലെയൊക്കെ ഓരോ ആളുകളെ കാണിക്കുന്നുണ്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട് ശത്രുസ്ഥാനത്തുള്ള വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം വീണ്ടും ഇങ്ങനെ നിങ്ങളെ വട്ടം കറക്കാനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ ഒഴിവാക്കുക. കാരണം എല്ലാ ആളുകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാകണമെന്നില്ല. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത് കുറച്ച് നിങ്ങൾ അനാവശ്യമായിട്ട് കുറച്ച് ആളുകൾ വിശ്വസിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞും പോയി നിങ്ങൾ പോലും അറിയാത്ത ഒരു വ്യക്തി സൈലന്റ് ആയിട്ട് ശത്രു എന്നുള്ള രീതിയിൽ നിൽക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കണ്ടറിഞ്ഞൊന്ന് പ്രവർത്തിക്കുക. കാരണം എല്ലാവരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.